ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ചില നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓഗസ്റ്റ് മാസം, അതായത് 2025 7 മാസങ്ങൾ നമ്മെ വിട്ട് യാത്ര പറഞ്ഞു. 8ാമത്തെ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ പകുതിയിലുടനീളം ധാരാളം സംഭവബഹുലമായ ധാരാളം സംഭവങ്ങൾ ഈ ലോകത്തിലുണ്ടായി. എന്തുമാത്രം കെടുതികളാണ് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശേഷിക്കുന്ന 5 മാസക്കാലം എന്തൊക്കെയാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്നറിയില്ല. എങ്കിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ അമർന്നിരുന്ന് യേശുക്രിസ്തുവിൽ ശക്തിയെ പുതുക്കി അവിടുത്തെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ ദൈവത്തിൻ്റെ മക്കളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ശബദിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ ഒരു പ്രത്യേക സന്ദേശവുമായി ഞാൻ നിങ്ങളുടെ മുൻപാകെ കടന്നു വരികയാണ്. ഇത് വെറുതെ ഒരു 2 മിനിറ്റ് നേരം മാത്രം കണ്ടിട്ട് ഇറങ്ങിപ്പോകാതെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ തിരുവെഴുത്തുകൾ, ഈ വചന സന്ദേശം ക്ഷമയോടെ പ്രാർത്ഥനയോടെ മുഴുവനും കേൾക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ അപേക്ഷിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വചനം എത്രത്തോളം നമ്മെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് ബാധകമായിരിക്കുന്നു എന്ന് പഠിക്കുവാനായി നാം കടന്നു പോവുകയാണ്. ഒരു വേദവാക്യം ആമുഖമായി വായിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എത്ര മനോഹരമായ ഒരു വേദവാക്യമാണ്! നമുക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്ന ഒരു വേദവാക്യം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്നാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മോട് പറയുന്നത്. ഇന്ന് യോശുവയുടെ പുസ്തകം 7ാമത്തെ അധ്യായം നാം ആഴമായി ചിന്തിക്കുവാൻ പഠിക്കുവാൻ കടന്നു പോവുകയാണ്. യോശുവയുടെ പുസ്തകം 7ാമത്തെ അധ്യായത്തിൽ ആഖാൻ ചെയ്ത പാപത്തെക്കുറിച്ചും ആ പാപം നിമിത്തം ഇസ്രായേൽ ജനം നേരിടേണ്ടി വന്ന വലിയ നാണക്കേടിനെ കുറിച്ചും അപമാനത്തെക്കുറിച്ചും വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 7ാം അധ്യായത്തിൽ. ഈ 7ാം അധ്യായം നാം ആത്മീയ അർത്ഥത്തിൽ ധ്യാനിക്കുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർക്കും വളരെ ആഴമായ ചില ചിന്തകൾ ദൈവം നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. എന്താണ് നാം ആമുഖമായി വായിച്ചത്? തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, യോശുവയുടെ പുസ്തകം 7ാമത്തെ അധ്യായം. ഈ പ്രസംഗത്തിന്, ഈ സന്ദേശത്തിന് ഒരു ചെറിയൊരു തലക്കെട്ട് ഞാൻ നൽകിയിട്ടുണ്ട്. അതിന് തലക്കെട്ട് ഇപ്രകാരമാണ്: ഹിഡൻ സിൻ, ഓപ്പൺ കോൺസിക്വൻസസ്. മറയ്ക്കപ്പെട്ട പാപം എന്നാൽ വെളിവാക്കപ്പെട്ട അനന്തര ഫലങ്ങൾ. ഹിഡൻ സിൻ ആൻഡ് ഓപ്പൺ കോൺസിക്വൻസസ്. 7ാം അധ്യായം യോശുവയുടെ പുസ്തകം നമ്മൾ പരിശോധിച്ചാൽ ആഖാൻ എന്ന മനുഷ്യൻ യഹോവയുടെ സന്നിധിയിൽ പാപം ചെയ്തു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. 6ാം അധ്യായം പരിശോധിച്ചാൽ ദൈവം ഇസ്രായേൽ ജനത്തിന് അത്ഭുതകരമായ വിജയം, യെരിഹോ പട്ടണത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ആർക്കും തകർക്കുവാൻ കഴിയില്ല എന്ന് അവർ വിചാരിച്ച ആ നഗരത്തെയും നഗരത്തിൻ്റെ മതിലുകളെയും താറുമാറാക്കി ദൈവം ഇസ്രായേൽ ജനത്തിന് വലിയൊരു വിജയം, അത്ഭുതകരമായ വിജയം, എന്നേക്കും ഓർക്കുവാൻ സാധിക്കുന്ന ഒരു വിജയം, ദൈവജനത്തിന് അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു വിജയം ഈ ലോകത്തിൻ്റെ ജനത്തിന്മേൽ നേടുവാൻ യഹോവയായ ദൈവം യെരിഹോ നഗരത്തിൽ തൻ്റെ ജനത്തിന് ഇടയാക്കി തീർത്തു. എന്നാൽ 7ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരിഹോ നഗരത്തിന് മുൻപാകെ നിൽക്കുവാൻ പോലും കഴിയാത്ത ഒരു ചെറിയൊരു നഗരം,
ഒരു പേര് പോലും എടുത്തു പറയുവാൻ കഴിയാത്ത ഒരു നഗരം. ഹായി പട്ടണം എന്ന് വേദപുസ്തകം പേര് വിളിക്കുന്നു. യെരിഹോ എന്ന പട്ടണത്തിന് മുൻപാകെ പരിശോധിച്ചാൽ ഹായി എന്നത് നിസ്സാരമായി ഇസ്രായേലിന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു നഗരം മാത്രമായിരുന്നു. എന്നാൽ 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ആ നഗരം വാസ്തവത്തിൽ ഇസ്രായേലിന് വിജയമല്ല, മറിച്ച് അപമാനം വരുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹായി നഗരത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം മനസ്സിൽ ഉറച്ചിട്ട് യോശുവ ചില ഒറ്റുകാരെ ഹായി നഗരത്തിലേക്ക് പറഞ്ഞയച്ചു. എന്താണ് ഒറ്റുകാർ മടങ്ങി വന്നപ്പോൾ പറയുവാൻ തക്കവണ്ണം ഇടയായത്? 3-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം 7-ാമത്തെ അധ്യായത്തിൽ ഹായിയിലേക്ക് പോയ ഒറ്റുകാർ മടങ്ങി വന്നിട്ട് യോശുവയോടും ഇസ്രായേൽ മൂപ്പന്മാരോടും പറയുകയായിരുന്നു. എന്താ പറഞ്ഞത്? അവിടേക്ക് പോരാട്ടത്തിനായി സകല ജനവും പോകണം എന്നില്ല. അയ്യോ, എന്തിനാണ് ഒരു വലിയ സൈന്യം അവിടേക്ക് പോകേണ്ടത്? അങ്ങനെ പോകണമെന്നില്ല, ജനം പോകണം എന്നില്ല. ഹായിയെ ജയിച്ചടക്കുവാൻ 2000-ഓ 3000-ഓ പോയാൽ മതി. സർവ്വജനത്തെയും അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. ചുരുക്കം ചിലർ മാത്രമുള്ള ഒരു ചെറിയ സൈന്യം, ഒരു ചെറിയ നഗരം നിസ്സാരമായി കീഴ്പ്പെടുത്തുവാൻ സാധിക്കും എന്ന് വിചാരിച്ച ആ നഗരത്തിലേക്ക് ദൈവത്തിൻ്റെ ജനം 3000 പടയാളികളുമായി ആ നഗരത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം കടന്നു ചെന്നു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ 3000 പേർ പോയി എങ്കിലും ഇവരെന്താണ് സംഭവിച്ചത്? 36 പടയാളികൾക്ക് ആ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ശേഷിച്ചവർ അപമാനത്തോടെ നാണം കെട്ട് ഹായി നഗരവാസികളുടെ മുൻപേ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ, ആ പട്ടാളത്തിന് മുൻപാകെ, ആ ചെറിയ പട്ടാളത്തിന് മുൻപാകെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ അപമാന ഭാരത്തോടെ നാണം കെട്ട് ഇസ്രായേൽ സൈന്യം മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. യോശുവയ്ക്ക് അത് സഹിക്കുവാൻ സാധിച്ചില്ല. യോശുവയുടെ ഹൃദയം വല്ലാതെ നുറുങ്ങിപ്പോയി. അപമാനം സഹിക്കുവാൻ വയ്യാതെ യോശുവ ഇസ്രായേൽ മൂപ്പന്മാരോടൊപ്പം ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അരികിൽ സാഷ്ടാംഗം വീണ് യഹോവയോട് നിലവിളിച്ചു എന്നാണ് തിരുവെഴുത്തുകൾ നമ്മോട് പറയുന്നത്. 6-ാമത്തെ വാക്യം യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യെരിഹോ നഗരത്തെ താറുമാറാക്കിയ ഇസ്രായേൽ ജനം, ഇസ്രായേൽ സൈന്യം ഒരു ചെറിയ നഗരത്തിന് മുൻപാകെ, തുലോം കുറവായ ഒരു ചെറിയ സൈന്യത്തിന് മുൻപാകെ തോറ്റ് 36 പടയാളികൾ മരണപ്പെടുകയും അപമാനത്തോടെ നാണം കെട്ട് തിരിച്ചോടേണ്ടി വരികയും ചെയ്തപ്പോൾ അത് സഹിക്കുവാൻ യോശുവയ്ക്കോ ഇസ്രായേൽ മൂപ്പന്മാർക്കോ സാധിച്ചില്ല. ദൈവത്തോട് അവർ നിലവിളിച്ചു, കർത്താവേ, എന്താണ് ഈ സംഭവിച്ചത്? 7-ാമത്തെ വാക്യം. കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാൻ ഇക്കരെ കൊണ്ടുവന്നത് എന്ത്? ഞങ്ങൾ യോർദാൻ അക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്ത് പറയേണ്ടു? കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റി വളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായിച്ചു കളയുമല്ലോ. എന്നാൽ നീ എൻ്റെ മഹത്തായ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് യോശുവ പറഞ്ഞു. യോശുവയുടെ നിലവിളി എന്തായിരുന്നു? കർത്താവേ, എന്തിനാണ് അവിടുന്ന് ഇപ്രകാരം ഒരു അപമാനം, ഒരു നാണക്കേട് ഞങ്ങൾക്ക് അനുവദിക്കുവാൻ തക്കവണ്ണം ഇടയായത്? ഇതാ, ഒരു ചെറിയ നഗരം, ഒരു ചെറിയ സൈന്യം ഇസ്രായേൽ ജനത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി എന്ന കേൾവി ദേശത്തുള്ള സകല ജാതികളുടെ മുൻപാകെയും ഞങ്ങൾ നാണം കെടുവാൻ ഒരു കാരണമായി തീരും. എന്തിനാണ് ദൈവമേ, why have you allowed these things to happen to us? എന്തിനാണ് ഇപ്രകാരം ഒരു വലിയ നാണക്കേട് അവിടുന്ന് ഞങ്ങളുടെ മേൽ അനുവദിക്കുവാൻ തക്കവണ്ണം ഇടയായത്? ഇനി മറ്റുള്ള ജാതികൾ, മറ്റുള്ള സൈന്യങ്ങൾ ഞങ്ങളെ നിസ്സാരമായി കീഴ്പ്പെടുത്തുമല്ലോ. അവരുടെ മുൻപാകെ ഞങ്ങളെ കർത്താവെ അവിടുന്ന് എന്തിനാണ് നിസ്സാരന്മാരാക്കിയത് എന്ന് യോശുവ നിലവിളിച്ച് ദൈവത്തോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. സാഷ്ടാംഗം വീണ് മൂപ്പന്മാരോടൊപ്പം ചേർന്ന് ദൈവത്തോട് നിലവിളിച്ച് ഈ ചോദ്യങ്ങൾ യോശുവ ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവയായ ദൈവം യോശുവയോടും ഇസ്രായേൽ മൂപ്പന്മാരോടും സംസാരിക്കുവാനിടയായി.
10-ാമത്തെ വാക്യം, യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. എന്താണ് യഹോവയായ ദൈവം യോശുവയോട് പറയുവാൻ തക്കവണ്ണം ഇടയായത്? ഇസ്രായേൽ ജനം നിസ്സാരന്മാരായത്, ഇസ്രായേൽ ജനം അപ്രകാരം നിസ്സാരന്മാരായ ഒരു സൈന്യത്തിന് മുൻപാകെ പരാജയപ്പെടുവാൻ തക്കവണ്ണം ഇടയായത് നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ നിങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം മനസ്സ് വെച്ചില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. എത്ര വലിയൊരു സന്ദേശമാണ് ഈ വാക്യത്തിലൂടെ ദൈവം ഈ ലോകത്ത് ഇന്ന് നിൽക്കുന്ന ഓരോ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർക്കും നൽകുന്നത്. നാം ഇന്ന് ഒരു സഭയായി, ഒരു കുടുംബമായി, ഒരു വലിയൊരു സഭാവിഭാഗമായി ലോകത്തിൽ ഒരു പരാജയമാണ് എന്ന് വരികിൽ അതിന് കാരണം മറ്റൊന്നുമല്ല. എന്താണ് ആ കാരണം? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധി മുൻപാകെ പാപം ചെയ്യുവാനും പാപത്തിൽ ജീവിക്കുവാനും ഇടയായാൽ ഒരിക്കലും ദൈവത്തിൻ്റെ സഭയ്ക്ക് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. അവർ എപ്പോഴും നിസ്സാരന്മാരായവരുടെ മുൻപിൽ പോലും അപമാനിതരായി തീരേണ്ടി വരും. ഇന്ന് നാം നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ സഭയെ തന്നെയും പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ഈ ലോകത്തെ പിടിച്ചെടുക്കുവാൻ തക്ക വലിയ പരിജ്ഞാനവും വലിയ ആത്മീയ സത്യങ്ങളും സ്വർഗീയമായ നിധികളും ഒരു തലമുറയ്ക്കും നൽകിയിട്ടില്ലാത്ത വിധത്തിൽ സ്വർഗീയമായ വലിയ സമ്പത്തും പരിജ്ഞാനവും ഒക്കെ ലഭിച്ച ഒരു ശേഷിപ്പ് സഭ ഇന്ന് ശോഷിച്ച് യാതൊരു സ്വാധീനവുമില്ലാതെ മറ്റുള്ളവരുടെ മുൻപാകെ നിൽക്കുവാൻ പോലും കഴിയാതെ നാണം കെട്ടവരെ പോലെ അപമാന ഭാരത്തോടെ ഇന്ന് നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാവുകയാണോ? കാരണം എന്താണ് എന്ന് നാം ഓടി നടന്ന് അന്വേഷിക്കേണ്ടതില്ല. കാരണം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്താണ് യോശുവയോട് ദൈവം മറുപടിയായി പറഞ്ഞത്? ഇസ്രായേൽ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമത്തെ അവർ ലംഘിച്ചിരിക്കുന്നു. വീണ്ടും താഴേക്ക് ദൈവം വ്യക്തമായി അവരോട് പറയുകയാണ്, അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുൻപിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല എന്ന് യഹോവയായ ദൈവം പറഞ്ഞു. പാപം നിങ്ങളുടെ മേൽ ഇരിക്കുന്നു. ആ പാപം നിങ്ങൾ നീക്കാതെ ഇരുന്നാൽ, ആ പാപം നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ പോയാൽ, ആ പാപത്തിൽ നിങ്ങൾ ജയം പ്രാപിക്കാതെ പോയാൽ നിങ്ങൾക്ക് ജയം ഉണ്ടാവുകയില്ല. നിങ്ങൾക്കൊരിക്കലും ഒരിടത്തും നിൽക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ പരാജയമായിരിക്കും എന്ന് ദൈവം യോശുവയോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വാട്ട് എ സ്പിരിച്വൽ ആപ്ലിക്കേഷൻ! എത്ര മഹത്തായ ഒരു ആത്മീയ പാഠമാണ് പരിശുദ്ധനായ ദൈവം തൻ്റെ ജനത്തിന് നൽകുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. ഈ ലോകത്തോട് പാപത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വിളിച്ചു പറയുവാൻ, പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭ, ആ സഭ തന്നെയും പാപത്തിൽ നിലനിന്നാൽ, സകലവിധമായ ദൈവ കൽപ്പനകളെയും ലംഘിച്ച് ദൈവ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി യാതൊരു നീതിയും നടപ്പിലാക്കാതെ അന്യായമായ കാര്യാദികളെ പ്രവർത്തിച്ചും ജീവിച്ചും കരുതി പോന്നാൽ നാം ഇന്ന് യോശുവയുടെ പുസ്തകത്തിൽ എപ്രകാരമാണോ നിസ്സാരന്മാരുടെ മുൻപിൽ അവർ പരാജയപ്പെട്ട് അപമാനിതരായി മടങ്ങി വന്നത്, അപ്രകാരം മടങ്ങി നിൽക്കേണ്ടി വരുന്നവരായി തന്നെ കാണുക ചെയ്യും. ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയില്ല. പാപം എന്ത് എന്ന് ഈ ലോകത്തിൽ മറ്റാരെക്കാളും ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു ജനമുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ ജനം, സത്യസഭയിലെ ദൈവത്തിൻ്റെ ജനം, സത്യം എന്ത് എന്നറിയാവുന്ന, സത്യത്തെക്കുറിച്ച് ലോകത്തിൽ പ്രസംഗിക്കുന്ന, സത്യത്തെക്കുറിച്ച് ലോകത്തോട് വാതോരാതെ സംസാരിക്കുന്ന ഒരു ജനം, സത്യത്തെ മറന്ന് ദൈവ കൽപ്പനകളെ താറുമാറാക്കി യാതൊരു വിധമായ സ്നേഹവുമില്ലാതെ, യാതൊരു നീതിയുമില്ലാതെ, ഒരു സമർപ്പണവുമില്ലാതെ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ഉറപ്പായും നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക്, ആ പാപങ്ങളുടെ അനന്തരഫലം നാം ഉറപ്പായും നേരിടേണ്ടി വരും എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ എന്തുണ്ടാകും? കരുണ ലഭിക്കും. ഇവിടെ പരാജയപ്പെട്ട,
അപമാനിതനായ നാണം കെട്ട യോശുവയും സൈന്യവും ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവരുടെ പരാജയത്തിന്റെ കാരണം കൃത്യമായും വ്യക്തമായും യഹോവയായ ദൈവം യോശുവയോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം യോശുവയോട് പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. ഒരു വ്യക്തി പാപം ചെയ്തു, എന്നാൽ ആ വ്യക്തിയുടെ പാപത്തെ ആ സർവ്വജനത്തിൻ്റെയും പാപമായി ദൈവം കണക്കിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം ചെയ്യുന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ആ പാപത്തിൽ തുടരുവാൻ തക്കവണ്ണം, ആ പാപത്തെ മറച്ചു വെച്ച് ആ പാപത്തെ ന്യായീകരിക്കുവാൻ നാം മനസ്സോടെ നിലനിൽക്കുന്ന കാലത്തോളം നാം ഈ ലോകത്തിൽ അപമാനിതരായി തീർന്നുകൊണ്ടേയിരിക്കും. നാം അനന്തര ഫലങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടേയിരിക്കും. നാം ആരോടാണ് മത്സരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് യഹോവയായ ദൈവം പറഞ്ഞത്? പാപത്തെ വിട്ടൊഴിയുക. അങ്ങനെ ഒഴിയാതെ ഇരുന്നാൽ നിങ്ങൾ ജയിക്കുകയില്ല, നിങ്ങൾ പരാജയമായിരിക്കും, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല എന്ന് യഹോവയായ ദൈവം യോശുവയോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വീണ്ടും 13-ാമത്തെ വാക്യം താഴേക്ക് കർത്താവായി ദൈവം പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീ ജനത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ദൈവം എത്ര കൃത്യമായിട്ടാണ് പാപത്തിൻ്റെ, പരാജയത്തിൻ്റെ, അപമാനത്തിൻ്റെ പ്രതിവിധി നമുക്ക് നൽകുന്നത്. When a doctor prescribe something to a patient, ഒരു രോഗി മരണതുല്യമായ അസുഖവുമായി കടന്നു വന്നാൽ ആ മനുഷ്യനെ മനസ്സിലാക്കി അവന് കൃത്യമായ മരുന്നുകൾ ഒരു ഡോക്ടർ എഴുതി കൊടുക്കുമ്പോൾ ഡോക്ടറിന്റെ മരുന്ന് കുറിപ്പടിയെ കീറിയെറിഞ്ഞ് കാറ്റിൽ പറത്തി തന്നിഷ്ടപ്രകാരം ജീവിക്കുവാൻ ഒരു രോഗി വീണ്ടും മനസ്സ് വെച്ചാൽ അവന് എന്താണോ സംഭവിക്കുവാൻ പോകുന്നത് അതിന് തടയുവാൻ പിന്നെ ആർക്കാണ് പ്രിയപ്പെട്ടവരെ സാധിക്കുക? എന്നാൽ യഹോവയായ ദൈവം കാരണം കൃത്യമായി യോശുവയോട് പറയുകയും യോശുവയ്ക്ക് അതിൻ്റെ പ്രതിവിധി എഴുതി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. വിശ്വസ്തനായ യോശുവ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, യാതൊരു വിധമായ താമസത്തിനും ഇട നൽകാതെ he faithfully stood for the Lord. അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവനോട് എന്താണ് യഹോവ പറഞ്ഞത്? നീ എഴുന്നേറ്റ്, വേഴ്സ് 13, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപം ഉണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുൻപിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ രാവിലെ ഗോത്രം ഗോത്രമായി അടുത്തു വരേണം. യഹോവ പിടിക്കുന്ന ഗോത്രം കുലം കുലമായി അടുത്തു വരേണം. യഹോവ പിടിക്കുന്ന കുലം കുടുംബം കുടുംബമായിട്ട് അടുത്തു വരേണം. യഹോവ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി അടുത്തു വരേണം. ശബദാർപ്പിത വസ്തുവോടുകൂടെ പിടിക്കപ്പെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിൽ ഇട്ട് ചുട്ടുകളയണം. അവൻ യഹോവയുടെ നിയമം ലംഘിച്ച് ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. യഹോവയായ ദൈവം എന്താണ് ഈ പ്രിയപ്പെട്ടവർ ചെയ്യേണ്ടത്? തൻ്റെ സാന്നിധ്യം ഉറപ്പോടെ നിങ്ങളോടുകൂടെ ഉണ്ടാകേണ്ടതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി യോശുവയോട് ദൈവം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരാൾ പാപം ചെയ്തിരിക്കുന്നു, ആ പാപം നിമിത്തം ജനം മുഴുവനും പാപഗ്രസ്തരായി തീർന്നിരിക്കുന്നു. ശാപം അവരുടെ മേൽ കിടക്കുന്നു. അതിന് പ്രതിവിധി കർത്താവായ ദൈവം കൃത്യവും വ്യക്തവുമായി യോശുവയോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോഴും യഹോവ യോശുവയോട് ആരാണ് കൃത്യമായി ഈ സകല ശാപത്തിനും കാരണക്കാരൻ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായില്ല. ആഖാൻ അപ്പോഴും പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ്. ഹീസ് ഹൈഡിങ് ബിഹൈൻഡ് ദ സീൻ, ഹീസ് നോട്ട് കമ്മിങ് ഫോർവേഡ്. അവൻ ആ സൈന്യം മുഴുവനും പരാജയത്തോടെ അപമാനത്തോടെ അവർ മടങ്ങി വന്നപ്പോൾ ആ നാണക്കേടും അപമാനവും സഹിക്കുവാൻ കഴിയാതെ യോശുവയും മൂപ്പന്മാരും ദൈവത്തിന്റെ പെട്ടകത്തിന് മുൻപാകെ സാഷ്ടാംഗം വീണ് നിലവിളിക്കുന്ന ആ സമയത്തും ആഖാന്റെ മനസ്സിൽ അലിവുണ്ടാകുന്നില്ല. അവൻ അപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നില്ല, ഇതാ ഞങ്ങളുടെ സൈന്യം താറുമാറായി, ഇതാ ദൈവത്തിന്റെ ജനം അപമാനിക്കപ്പെട്ടിരിക്കുന്നു, ഇതാ ദൈവത്തിന്റെ ജനം നാണം കെട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവരെ പോലെ നിസ്സാരന്മാരുടെ മുൻപിലും എല്ലാം താറുമാറാക്കപ്പെട്ട് മടങ്ങി വന്നിരിക്കുന്നു. എല്ലാറ്റിനും കാരണം ഞാനാണ് എന്ന് ആഖാൻ അറിയാമായിരുന്നു. ഈവൻ ദെൻ ഹി സ്റ്റിൽ ഹൈഡിങ് ബിഹൈൻഡ് ദ സീൻ. അവന് തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഈ വലിയ ശാപത്തിൽ നിന്നും തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ സൈന്യത്തെയും തൻ്റെ ജനത്തെയും ദൈവത്തിന് വേണ്ടി സംരക്ഷിക്കുവാൻ ആഖാൻ മനസ്സ് വയ്ക്കുന്നില്ല.
എത്ര വലിയൊരു ചരിത്രമാണ്, ചരിത്ര സംഭവ കഥയാണ് യഹോവയായ ദൈവം ഈ കഥാഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി ദൈവം യോശുവയോട് പറഞ്ഞു. അങ്ങനെ യോശുവയ്ക്ക് ലഭിച്ച നിർദ്ദേശത്തിനൊത്തവണ്ണം, യഹോവയായ ദൈവം നൽകിയ നിർദ്ദേശത്തിനനുസരിച്ച് യോശുവ ഇസ്രായേൽ ജനത്തെ മുഴുവനും കൂട്ടിവരുത്തി. എങ്ങനെ കൂട്ടിവരുത്തി? അവരെ ആദ്യം ഗോത്രം ഗോത്രമായി അണിനിരക്കുവാൻ തക്കവണ്ണം യോശുവ ആജ്ഞാപിച്ചു. യോശുവയുടെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഓരോ ഗോത്രവും 12 ഗോത്രവും നിരനിരയായി ആ സൈന്യം അല്ലെങ്കിൽ ആ പാളയത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ നിന്ന സമയത്ത് യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? 16-ാമത്തെ വാക്യം. അങ്ങനെ യോശുവ അതികാലത്ത് എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി. ഒരു ഗോത്രം പിടിക്കപ്പെട്ടു. ഏതാണ് ഗോത്രം? യഹൂദ ഗോത്രം. 12 ഗോത്രങ്ങളെയും നിരനിരയായി അണിനിരത്തുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ അതിൽ യഹൂദ ഗോത്രത്തെ യഹോവയായ ദൈവം പിടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ബാക്കി ഗോത്രങ്ങളോട് നിങ്ങൾ പൊയ്ക്കൊള്ളുവീൻ എന്ന് പറയുകയും യഹൂദ ഗോത്രം പിടിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. 17-ാമത്തെ വാക്യം. അവൻ യഹൂദ ഗോത്രത്തെ കുലം കുലമായി വരുത്തി. യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. ഇനി ആ ഗോത്രത്തിൽ ആരാണ് പാപം ചെയ്തത്? അത് തിരിച്ചറിയുവാൻ ദൈവം യഹൂദ ഗോത്രത്തെ കുലം കുലമായി ആ ജനത്തിനു മുൻപാകെ നിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ യഹൂദ ഗോത്രത്തിൽ കുലം കുലമായി നിർത്തുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ സഖ്യ കുലം പിടിക്കപ്പെട്ടു എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറയുന്നു. ഏതു കുലം പിടിക്കപ്പെട്ടു? സർഖ്യ കുലം പിടിക്കപ്പെട്ടു. ആ കുലത്തെയും അപ്രകാരം കുലത്തിനകത്തുള്ള കുടുംബങ്ങളെ കുടുംബം കുടുംബമായി നിർത്തുവാൻ യഹോവ കൽപ്പിച്ചു. അങ്ങനെ ആ കുലത്തിനകത്തുള്ള സകല കുടുംബങ്ങളും കുടുംബം കുടുംബമായി അണിനിരക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ കുടുംബം കുടുംബമായി വരുത്തി. ആ കുടുംബത്തിൽ സബ്ദിയുടെ കുടുംബം പിടിക്കപ്പെട്ടു. ആരുടെ കുടുംബം പിടിക്കപ്പെട്ടു? സബ്ദിയുടെ കുടുംബം പിടിക്കപ്പെട്ടു. അവന്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി, ഓരോരുത്തരെയായി വരുത്തി. ഈ കുടുംബത്തിൽ ആരാണ് യഹോവയായ ദൈവത്തോട് പാപം ചെയ്തത്? ഓരോരുത്തരെയും, ആ കുടുംബത്തിലെ ഓരോരുത്തരെയും ആ നിരനിരത്തി അവരെ പരിശോധിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. യഹൂദ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാൻ എന്ത് ചെയ്യപ്പെട്ടു? പിടിക്കപ്പെട്ടു. ഇതിൽ നാം ചിന്തിക്കേണ്ട വലിയൊരു സന്ദേശമുണ്ട്, സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. സകല ഗോത്രത്തെയും നിരനിരയായി ദൈവം കൂട്ടിവരുത്തിയപ്പോൾ, കുലം കുലമായി കൂട്ടിവരുത്തിയപ്പോൾ, കുടുംബം കുടുംബമായി കൂട്ടിവരുത്തിയപ്പോൾ, ഒടുവിൽ ആളാം പ്രതി കൂട്ടിവരുത്തി ആഖാൻ പിടിക്കപ്പെടുന്നതുവരെ ദൈവത്തിനറിയാം ആരാണ് ഈ പാപം ചെയ്ത മനുഷ്യൻ. ആഖാൻ അറിയാം ഞാനാണ് തെറ്റുകാരൻ. എന്നിട്ടും ഗോത്രം ഗോത്രമായി അണിനിരത്തപ്പെട്ടപ്പോൾ, അപ്രകാരം ഒരു നിർദ്ദേശം പാളയത്തിൽ മുഴുവനും അറിയിപ്പായി നൽകിയിട്ട് ഗോത്രം ഗോത്രമായി നിർത്തി, കുലം കുലമായി നിർത്തി, കുടുംബം കുടുംബമായി നിർത്തി, ഒടുവിൽ ആളാം പ്രതി നിർത്തുന്ന ആ സമയം വരെ യഹോവയായ ദൈവത്തിനറിയാം ആരിലേക്കാണ് ആ ഉത്തരം പോകുന്നത്, ആരാണ് കുറ്റക്കാരൻ എന്നറിയാമായിരുന്നു. എന്നിട്ടും ആഖാൻ ആ നിമിഷം വരെ, അവനെ സ്വയം ദൈവം പിടിക്കുന്നത് വരെ തൻ്റെ പാപത്തെ അവൻ ഏറ്റുപറയുവാൻ മടി കാണിക്കുന്നു. എത്ര വലിയ ധൈര്യമാണ് ആഖാൻ ഇവിടെ കാണിക്കുന്നത്. ദൈവം കൃത്യമായും അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം അവനുണ്ടായിട്ടും ആഖാൻ തൻ്റെ പാപത്തെ മറച്ചു വെച്ചു. അവനെ ഗോത്രം ഗോത്രമായി വരുത്തിയപ്പോഴെങ്കിലും ആഖാൻ ഓടിച്ചെന്ന് യോശുവയോട്, ദൈവത്തോട്, കർത്താവേ ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ എന്നവൻ പറയുവാൻ തക്കവണ്ണം ഇടയായിരുന്നുവെങ്കിൽ ആഖാനും അവൻ്റെ കുടുംബവും അന്ന് പകൽക്കാലം ആ താഴ്വരയിൽ മരിക്കേണ്ടി വരില്ലായിരുന്നു. എന്നാൽ ആഖാൻ തൻ്റെ പാപത്തെ ഏറ്റുപറയുവാൻ മടി കാണിച്ചു. He was hiding his sin. അവൻ മടി കാണിച്ചു. എന്നാൽ എന്താ വചനം പറഞ്ഞത്? പാപത്തെ മറയ്ക്കുന്നവന് യാതൊരു നന്മയും ഉണ്ടാവുകയില്ല, എന്നാൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അവന് കരുണ ലഭിക്കുമായിരുന്നു. ബട്ട് ഹീ ഹോൾഡ് ഓൺ. അവൻ തൻ്റെ പാപത്തെ മറച്ചു പിടിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവനെ ഒടുവിൽ പിടിച്ചിരിക്കുന്നു. എത്ര വലിയ പാഠമാണ് പ്രിയപ്പെട്ടവരെ. നാം നമ്മുടെ പാപങ്ങളെ മറച്ചു വെച്ചാൽ മറ്റാരും അറിഞ്ഞിട്ടില്ല, മറ്റാരും അത് കണ്ടിട്ടില്ല, മറ്റാരും അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ചെയ്ത പാപത്തെ ന്യായീകരിക്കുന്ന എത്രയോ
പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മധ്യത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ പാപങ്ങളെ നാം ന്യായീകരിച്ചാൽ, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുവാൻ മനസ്സ് വെക്കാതെ, മറ്റാരും അറിയാതെ നാം ചെയ്തു കൂട്ടുന്ന സകല തെറ്റുകൾക്കും സകല പാപങ്ങൾക്കും ദൈവം കാഴ്ചക്കാരനാണ് എന്ന വലിയ സത്യത്തെ നാം ഒരിക്കലും മറന്നു പോകരുത്. നാം ഏറ്റുപറയുവാൻ വൈകുന്ന ഓരോ നിമിഷവും നാം വലിയ അപകടങ്ങളിലേക്ക്, ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന വലിയ പ്രയാസങ്ങളിലേക്ക് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിന് നാം നമ്മുടെ ജീവിതങ്ങളെ സാത്താന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം? യഹോവ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുക്രിസ്തു നമ്മെ വിളിക്കുന്നു, വരുവീൻ, നമുക്ക് എന്ത് ചെയ്യാം? തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ഞാൻ നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളെ നേർമയുള്ളവരാക്കി തീർക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നാം ഒരിക്കലും മറക്കുവാൻ പാടില്ല. whatever sins, എത്രമാത്രം പ്രയാസകരമായ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുവാൻ അറപ്പുളവാക്കുന്ന പാപമാണെങ്കിൽ പോലും, നമ്മുടെ പാപങ്ങൾ എത്രത്തോളം കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ, അത് ക്ഷമിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ നാം എന്തിനാണ് നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നത് പ്രിയപ്പെട്ടവരെ? എന്നാൽ ആഖാൻ തൻ്റെ പാപത്തെ മറച്ചു വെച്ചു. അവൻ ഏറ്റു പറയുവാൻ മനസ്സ് വെച്ചില്ല. അവനെ പിടിക്കുന്നത് വരെ അവൻ തൻ്റെ പാപത്തെ ഏറ്റു പറയുവാൻ മനസ്സ് വെക്കാതെ അവൻ ആ ജനത്തിന് മുൻപാകെ ഒരു ശാപമായി നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ ജനം ഇവൻ നിമിത്തം ലോകത്തിൽ അപഹാസ്യരായി. ഇവൻ നിമിത്തം ദൈവത്തിന്റെ ജനം ലോകത്തിൽ അപമാനിക്കപ്പെട്ടു. ആ മനുഷ്യൻ തന്റെ പാപത്തെ ഏറ്റു പറഞ്ഞിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് നിൽക്കുവാൻ, ആ ജനത്തിന് ജയം പ്രാപിപ്പാൻ, ആ ജനത്തിന് ദൈവത്തിന് മുൻപാകെ നീതിയോടെ നിലനിൽക്കുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ പാപത്തെ ഏറ്റു പറയാതെ മുറുകെ പിടിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എത്ര വലിയ ഒരു ആത്മീയ പാഠമാണ് ദൈവം നമുക്ക് ഈ അനുഭവത്തിലൂടെ നൽകുന്നത്. താഴെ പിടിക്കപ്പെട്ട ആഖാൻ താൻ ചെയ്ത പാപത്തെക്കുറിച്ച് യോശുവയോട് ഏറ്റു പറയുകയാണ്. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. എന്നാൽ ഏറ്റു പറയേണ്ട സമയത്ത് അവൻ ഏറ്റു പറയാതെ അവൻ കാത്തിരുന്നു. അവൻ അതിനെ മറച്ചു വെച്ചു. എന്നാൽ ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ അവൻ തൻ്റെ പാപത്തെ തുറന്ന് യോശുവയോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? 19-ാമത്തെ വാക്യം. ആഖാൻ പിടിക്കപ്പെട്ടു. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റു പറക. നീ എന്ത് ചെയ്തു എന്ന് പറക. എന്നോട് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു, സത്യം. എന്നിട്ട് എന്താ അവൻ പറഞ്ഞത്? ഹി ബിഗിൻ ടു കൺഫെസ് ബിഫോർ ദ ലോർഡ്. അവൻ ദൈവത്തിന് മുൻപാകെ ഏറ്റു പറയുവാൻ തുടങ്ങി. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. എന്നാൽ അത് വളരെ വൈകിപ്പോയിരുന്നു. എന്നാലും അവനത് പറയാതെ വയ്യ. ഇവിടെ എന്താണ് പറഞ്ഞത്? ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോണിയ മേലങ്കിയും 200 ഷേക്കേൽ വെള്ളിയും 50 ഷേക്കേൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്തു. അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു എന്നുത്തരം പറഞ്ഞു. യോശുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിൽ ഓടിച്ചെന്ന് കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അവർ അവയെ കൂടാരത്തിൽ നിന്നും എടുത്ത് യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്ന് യഹോവയുടെ സന്നിധിയിൽ വെച്ചു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. എന്താണ് ആഖാൻ പറഞ്ഞത്? 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആഖാൻ അവിടെ ചെയ്തു എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറയുന്നത്. ഹീ സോ, അവൻ എന്ത് ചെയ്തു? അവൻ ചെയ്യുവാൻ അല്ലെങ്കിൽ എടുക്കുവാൻ പാടില്ലാത്ത വിശേഷ വസ്തുക്കളെ അവൻ കണ്ടു. നാമും പലതും ഇന്ന് ഈ ലോകത്തിൽ കാണുന്നുണ്ട്. നാം കാണാതെ പോകുവാൻ നമുക്ക് കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ബട്ട് ഹി ഡിഡ് മോർ ദാൻ ജസ്റ്റ് സീയിങ്. അവൻ വെറുതെ കാണുക മാത്രമല്ല, അവൻ എന്തുകൂടെ ചെയ്തു? ഹി സോ, ഹി കവറ്റഡ്, ഹി ടുക്ക് ആൻഡ് ഹി ഹീഡ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവൻ കണ്ടു, അവൻ അതിനെ മോഹിച്ചു, അവൻ അതിനെ എടുത്തു, അവൻ അതിനെ മറച്ചു വെച്ചു. ഈ 4 പ്രവൃത്തികളും കൂടെ ചേർന്നപ്പോൾ അവൻ ദൈവത്തിന് മുൻപിൽ മഹാപാതകം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മോഹം ഉള്ളിൽ ജനിച്ച് അത് കണ്ട് മോഹിച്ച് അതിനെ കീഴ്പ്പെടുത്തുവാൻ എടുക്കുവാനുള്ള താല്പര്യത്തോടെ അവൻ അതിനെ എടുത്ത് മറ്റാരും കാണാതെ അതിനെ മറച്ചു വെച്ചു. ആരൊക്കെ കാണാതെ നാം എന്തൊക്കെ ഈ ലോകത്തിൽ മറച്ചു വെച്ചാലും യഹോവയായ ദൈവത്തിന് മുൻപാകെ മറയ്ക്കുവാൻ സാധിക്കത്തില്ല. നമുക്കൊരു പക്ഷേ മറ്റുള്ളവരുടെ മുൻപാകെ നമ്മുടെ പാപത്തിന് ഒഴികഴിവുകൾ പറയുവാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ യഹോവയുടെ മുൻപാകെ, ദൈവത്തിന്റെ മുൻപാകെ
മുൻപാകെ നമുക്കാർക്കും നമ്മുടെ പാപങ്ങൾക്ക് ഒഴികഴിവുകൾ പറയുവാൻ കഴിയുകയില്ല. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാഞ്ഞാൽ, അവയെ മറച്ചു പിടിച്ച് ഒഴികഴിവുകൾ പറഞ്ഞ് നാം ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായാൽ നമുക്ക് യാതൊരു ശുഭവും വരികയില്ല എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ അടിവരയിട്ട് നമ്മോട് പ്രസ്താവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആഖാന്റെ പാപം നിമിത്തം എന്തൊക്കെയാണ് സംഭവിച്ചത്? അവന്റെ പാപം നിമിത്തം ഒന്നും അറിയാത്ത വിശുദ്ധന്മാരായ 36 പടയാളികൾ ആ ഹായി നഗരത്തിൽ മരിച്ചു വീഴുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവർ ജയിക്കും എന്ന പ്രത്യാശയോടെ യുദ്ധത്തിന് പോയെങ്കിൽ അവർ മരിച്ച് അവരുടെ ശവശരീരങ്ങൾ തിരിച്ച് ഇസ്രായേൽ പാളയത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. ഒന്നും അറിയാത്ത നിസ്സാരന്മാരായ അല്ലെങ്കിൽ നിഷ്കളങ്കരും നേരുള്ളവരുമായ ചില പ്രിയപ്പെട്ടവർ, ചില വ്യക്തികളുടെ പാപം നിമിത്തം ഈ ലോകത്തിൽ കഷ്ടം നേരിടേണ്ടി വരുന്നു. ഇത് ചരിത്രത്തിൽ സംഭവിച്ചു, ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. 36 പേരുടെ മരണത്തിന് ആഖാന്റെ പാപം കാരണമായി തീർന്നു. അതുമാത്രവുമല്ല, ആഖാന്റെ പാപം നിമിത്തം ഇസ്രായേൽ ജനം വല്ലാത്ത ഭയത്തിലായി തീർന്നു. അവർ പേടിച്ചു പോയി. അയ്യോ, ഹായി നഗരവാസികൾ ഞങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരൊക്കെ ആ വാർത്ത കേട്ട് ഇപ്പോൾ ഞങ്ങളുടെ നേരെ ആഞ്ഞടിക്കും, ഞങ്ങൾ നശിക്കും, ഞങ്ങൾ താറുമാറാകും. ആഖാന്റെ പാപം നിമിത്തം വല്ലാത്തൊരു ഭയപ്പാട്, വല്ലാത്തൊരു അപമാനം, വല്ലാത്തൊരു നാണക്കേട്, മറ്റുള്ളവരുടെ മുൻപാകെ നിൽക്കുവാൻ പോലും, മറ്റുള്ളവരുടെ മുൻപാകെ സംസാരിക്കുവാൻ പോലും ഞാനൊരു ഇസ്രായേലിലാണ് എന്ന് പറയുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നാണക്കേട് നിമിത്തം ഇസ്രായേൽ ജനമൊക്കെയും ആഖാന്റെ പാപം നിമിത്തം അപമാനിതരായി ഭയപ്പാടോടുകൂടി നിൽക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ ആ കുടുംബം മുഴുവനും ആഖാൻ പാപം ചെയ്തുവെങ്കിലും ആഖാന്റെ പാപം നിമിത്തം അവൻ ഏറ്റുപറയേണ്ട സമയത്ത് ഏറ്റുപറഞ്ഞ് അവയെ വിട്ടൊഴിഞ്ഞ് അതിനുവേണ്ടിയ പരിഹാരകാര്യതകൾ ചെയ്യുവാൻ മനസ്സ് വയ്ക്കാത്തത് കൊണ്ട് യഹോവ അവനെ പിടിക്കുകയും അവൻ്റെ കുടുംബം മുഴുവനും നശിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. 24-ാമത്തെ വാക്യം 7-ാം അധ്യായം. അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിന്റെ പുത്രനായ ആഖാനെ വെള്ളി, മേലങ്കി, പൊൻ കട്ടി, അവൻ്റെ പുത്രന്മാർ, പുത്രിമാർ, അവൻ്റെ കാള, കഴുത, ആട്, കൂടാരം, ഇങ്ങനെ അവനുള്ള സകലവുമായി ആഖോർ താഴ്വരയിൽ കൊണ്ടുപോയി. നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ നിന്നെ ഇന്ന് വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേൽ എല്ലാം അവനെ കല്ലെറിഞ്ഞു. അവരെ തീയിൽ ഇട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവൻ്റെ മേൽ ഒരു വലിയ കൽക്കുന്നു കൂട്ടി അതിന്ന് വരെ ശേഷിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് ഇന്നുവരെയും പേർ പറഞ്ഞു വന്നു. ഒരു വലിയൊരു സംഭവ കഥയാണ് ഇന്ന് പകൽക്കാലം നാം ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇടയായത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ പാപങ്ങളെ മറച്ചു വെച്ചാൽ അത് ദൈവത്തിന് മുൻപാകെ അത് ആരും അറിഞ്ഞിട്ടില്ല എന്ന വിധത്തിൽ വ്യക്തികളായി, ശുശ്രൂഷകന്മാരായി, ദൈവജനമായി നാം അപ്രകാരം നിൽക്കുവാൻ തക്കവണ്ണം ഇടയായാൽ നാം മറ്റുള്ളവരുടെ മുൻപാകെ നാണം കെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. എന്നാൽ വിശുദ്ധിയോടെ, നേരോടെ, നീതിയോടെ ദൈവ കൽപ്പനകളെ മുറുകെ പിടിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നേരുള്ളവരായി ജീവിപ്പാൻ നാം ഇടയായാൽ ഉറപ്പായും നാം മറ്റുള്ളവർക്ക് ഒരു അത്ഭുത സാക്ഷ്യമായിരിക്കും. മറ്റുള്ളവരുടെ മുൻപാകെ ദൈവം നമ്മെ അതിശയകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കി തീർക്കും. യഹോവ നമ്മിലൂടെ വലിയത് പ്രവർത്തിക്കും. ഇസ്രായേൽ ജനത്തിന്റെ കേൾവി മറ്റുള്ള ജാതികൾക്ക് വലിയൊരു ഭയപ്പാടുണ്ടാക്കിയതുപോലെ ദൈവത്തിന്റെ ജനം വിശുദ്ധിയോടെ ദൈവ കൽപ്പനകളെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അന്നു മാത്രമല്ല എല്ലാ കാലത്തും ദൈവത്തിന്റെ ജനം ദേശത്തിൽ ഒരു വലിയ സാക്ഷ്യവും ഒരു വലിയ ദൈവത്തിൻ്റെ കാഹളവുമായി തീരും. അവരുടെ മുൻപാകെ നിൽക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുക തന്നെയില്ല, ആർക്കും സാധിക്കുകയില്ല. നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ, യഹോവയായ ദൈവം വിളിച്ച ഒരു വിശുദ്ധൻ, ഒരു ശേഷിപ്പ് സഭയുടെ അംഗം എന്ന നിലയ്ക്ക് ഓരോ സെവൻത്ത് ഡേ അഡ്വന്റിസ്റ്റുകാർക്കും ഈ ലോകത്തിൽ വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. യേശുക്രിസ്തു നമ്മെ നോക്കിപ്പാർക്കുകയാണ്. യേശുക്രിസ്തു നമ്മെ നോക്കിപ്പാർക്കുകയാണ്. നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ ചുമതലകൾ, ദൈവിക ഉത്തരവാദിത്വങ്ങൾ, അവയെ വിശ്വസ്തയോടെ ഈ ലോകത്തിൽ നടപ്പിലാക്കുവാൻ, നിവർത്തിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ശേഷിപ്പാണ് പ്രിയപ്പെട്ടവരെ ഓരോ സെവൻത്ത് ഡേ അഡ്വന്റിസ്റ്റുകാരും. നാം ഒരിക്കലും ദൈവത്തോട് എന്ത് ചെയ്യരുത്, നിസ്സാരമായി ഇപ്രകാരം ആഖാൻ ആരും കാണുകയില്ല, ആരും അറിയുകയില്ല, അതിലൊന്നും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അപ്രകാരം പാപത്തെ നിസ്സാരവൽക്കരിച്ച്
നിസ്സാരവൽക്കരിച്ചാൽ ഒരിക്കലും ആ പ്രവൃത്തിയിലൂടെ നമുക്ക് യാതൊരു നന്മയും ഉണ്ടാവുകയില്ല. ഇന്ന് അനേകരും പറയുന്നത്, അവിടെ ഇപ്രകാരം വലിയ ക്രമക്കേടുകൾ സംഭവിച്ചു, അവിടെ ഇപ്രകാരം വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചു, അവിടെ ഇപ്രകാരം വലിയ തെറ്റുകൾ സംഭവിച്ചു. എങ്കിൽ എന്ത് അവിടെ സംഭവിച്ചു, ഇവിടെയും സംഭവിക്കുന്നു, അത് നാച്ചുറലാണ് എന്ന് പറഞ്ഞ് തെറ്റുകളെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ പാപങ്ങളെ നാം എപ്പോഴൊക്കെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്കുണ്ടാകുന്നത് വലിയ അനന്തര ഫലങ്ങളാണ്, വലിയ ദോഷങ്ങളാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ അടിവരയിട്ട് നമ്മോട് പ്രസ്താവിക്കുന്നു. ആഖാൻ ചെയ്ത പാപം നിമിത്തം ദൈവജനം വല്ലാത്ത കഷ്ടതയിലായി എന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. ആഖാൻ മരിച്ചു പോകണം, ആഖാൻ നശിച്ചു പോകണം എന്നൊരിക്കലും ദൈവം ആഗ്രഹിച്ചില്ല. അവന് തൻ്റെ പാപത്തെ ഏറ്റുപറയുവാൻ വേണ്ടുവോളം സമയം, വേണ്ടുവോളം അവസരം ദൈവം കൊടുത്തു. എന്നിട്ടും തൻ്റെ അവസരത്തെ, ദൈവം അനുവദിച്ചു കൊടുത്ത സമയത്തെ അവൻ അവഗണിച്ചു എന്നത് അവൻ എത്രത്തോളം ദൈവത്തെ മറന്നും ദൈവത്തെ നിന്ദിച്ചും ഈ ലോകത്തിൽ ജീവിപ്പാൻ ഇടയായി എന്നതിന് കൃത്യമായ ഒരു തെളിവായി ഈ കഥ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ കഥയിലൂടെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? ഇവിടെ ഒരു പരിശോധന നടക്കുന്നു. ഒരു മനുഷ്യൻ സ്വയം, അല്ലെങ്കിൽ ആ പാളയത്തിലുള്ള ആരും ഞങ്ങൾ പാപം ചെയ്തു എന്ന് സ്വയം ഏറ്റു പറയുന്നില്ല. എന്നാൽ യഹോവ പറഞ്ഞു, ഇതാ പാളയത്തിൽ പാപം ചെയ്തിരിക്കുന്നു, ഇതാ ഒരു ശാപം പാളയത്തിൽ വന്നിരിക്കുന്നു. എന്നാൽ അപ്രകാരം ഒരു അറിയിപ്പ് പാളയത്തിൽ നൽകപ്പെട്ടിട്ടും ഞാൻ അപ്രകാരം ഒരു പാപം ചെയ്തു എന്ന് തുറന്നു പറഞ്ഞ് ദൈവത്തിന്റെ അടുക്കൽ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുവാൻ ഒരു മനുഷ്യന് മനസ്സ് വെച്ചില്ല. Therefore God has to investigate. ദൈവത്തിന് ഒരു പരിശോധനയുടെ ആവശ്യമുണ്ടായി. ഇന്ന് സ്വർഗത്തിൽ ദൈവം ഒരു പരിശോധന നടത്തുകയാണ്. എല്ലാവരും ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മക്കളാണ്, ഞങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്, ഞങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുമ്പോൾ സത്യത്തിൽ ആരൊക്കെയാണ്, സത്യത്തിൽ എന്താണ് ശരിയായ അവസ്ഥ എന്ന ഒരു പരിശോധന ആവശ്യമാണ് എന്ന് ദൈവം മനസ്സിലാക്കി. അപ്രകാരം ഒരു പരിശോധന അവിടെ അന്ന് ആഖോർ താഴ്വരയിൽ നടന്നു. അതേ പരിശോധന ഇന്ന് സ്വർഗത്തിൽ, സ്വർഗീയ കൂടാരത്തിൽ നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നടത്തുകയാണ് എന്ന വലിയ സത്യത്തെ നാം ഒരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരനും മറന്നു പോകരുത്. എന്താണ് നമുക്ക് പഠിക്കുവാനുള്ള വലിയ ഒരു ആത്മീയ പാഠം? നാം ചിന്തിക്കാതെ പോകരുത്, നാം മനസ്സിലാക്കാതെ പോകരുത്, നാം വിട്ടുകളയുവാൻ പാടില്ല. അപ്രകാരമുള്ള ഒരു ആത്മീയ ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ആത്മീയ പാഠത്തിലേക്ക് ഈ കഥയെ ഞാൻ കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ ടെസ്റ്റിമണീസ് വോളിയം 3 ആ പുസ്തകത്തിൽ 272 പുറത്തിൽ ഇപ്രകാരം ഒരു ഉദ്ധരണി നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് അവിടെ പറയുന്നത്? ആഖാൻ ചെയ്തതുപോലെ തങ്ങളെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി വളരെ വൈകി ഏറ്റുപറച്ചിലുകൾ നടത്തുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അവർ ശരിയോട് യോജിപ്പിൽ ആകുന്നില്ല. ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്ന സത്യസന്ധമായ സാക്ഷ്യങ്ങളെ അവർ നിന്ദിക്കുകയും മുന്നറിയിപ്പുകൾ നൽകുന്നവരെ നിശബ്ദരാക്കുവാൻ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്താണ്? അനേകരും ഇന്ന് ദൈവം അവർക്ക് കൊടുക്കുന്ന അവസരങ്ങളെ അവഗണിച്ച് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ നിന്ദിച്ചും അവരെ നശിപ്പിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചും മുന്നേറുന്നു എന്നുള്ളത് അന്നും ഇന്നും ഒരേ കാഴ്ച തന്നെയാണ് എന്ന് എലൻ വൈറ്റ് എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ഓരോ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരനും കൃത്യമായി വായിച്ചിരിക്കേണ്ട ഒരു അത്ഭുത ഗ്രന്ഥമാണ് വൻ പോരാട്ടം എന്ന പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ചില ഉദ്ധരണികളെ ഞാൻ വായിച്ച് കേൾപ്പിക്കുകയാണ്. എത്രമാത്രം ആഴമായ ആത്മപരിശോധനയ്ക്ക് ഓരോ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരനും സ്വയം ഏൽപ്പിക്കേണ്ടിയ ഒരു ഉദ്ധരണിയാണ് ഈ ഭാഗമെന്ന് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മലയാളം പുസ്തകത്തിൽ പേജ് നമ്പർ 490 നിന്ന് ഞാൻ വായിക്കുന്നു. മലയാളം പുസ്തകം പേജ് നമ്പർ 490, വൻ പോരാട്ടം എന്ന പുസ്തകം. പാപപരിഹാര ശുശ്രൂഷയിൽ വിശ്വാസത്താൽ ക്രിസ്തുവിനെ അനുഗമിക്കുകയും ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടർ ഉണ്ട്. അതേസമയം തങ്ങൾക്ക് ലഭിച്ച വെളിച്ചത്തെ, ക്രിസ്തുവിൻ്റെ വിശുദ്ധ മന്ദിരത്തിലെ പാപപരിഹാര ശുശ്രൂഷയെ തിരസ്കരിക്കുകയും ആ ശുശ്രൂഷയുടെ ഗുണത്തെ പ്രയോജനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടറുണ്ട്.
ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ നൽകപ്പെട്ട വെളിച്ചത്തെ തിരസ്കരിക്കുകയും ക്രിസ്തുവിനെ ലോകത്തിൻ്റെ രക്ഷകനായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത യഹൂദന്മാർക്ക് ക്രിസ്തുവിലൂടെയുള്ള പാപക്ഷമ ലഭിക്കുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണ സമയത്ത് സ്വന്തം രക്തവുമായി തൻ്റെ ശിഷ്യന്മാർക്ക് അനുഗ്രഹം ചൊരിയുവാൻ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചപ്പോൾ യഹൂദന്മാർ പൂർണ്ണമായും അന്ധകാരത്തിൽ കഴിഞ്ഞു. പ്രയോജനരഹിതങ്ങളായി തീർന്ന തങ്ങളുടെ യാഗങ്ങളും വഴിപാടുകളും അവർ തുടർന്നു കൊണ്ടിരുന്നു. നിഴലുകളുടെയും പ്രതീകങ്ങളുടെയും ശുശ്രൂഷ അവസാനിച്ചു കഴിഞ്ഞിരുന്നു. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വാതിൽ അടച്ചു കഴിഞ്ഞു. ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാനുള്ള ഏക വഴി യഹൂദന്മാർ തിരസ്കരിച്ചു. സ്വർഗത്തിലെ സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയെ അവർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ദൈവവുമായി അവർക്ക് ഒരു സമ്പർക്കവുമില്ലാതെയായി. അവരെ സംബന്ധിച്ചിടത്തോളം വാതിൽ അടയ്ക്കപ്പെട്ടിരുന്നു. ക്രിസ്തുവായിരുന്നു യഥാർത്ഥ യാഗമൃഗം എന്ന് യഹൂദന്മാർ അറിഞ്ഞിരുന്നില്ല. ദൈവത്തിൻ്റെ മുൻപാകെയുള്ള ഏക മധ്യസ്ഥൻ ക്രിസ്തുവായിരുന്നുവെന്ന് അവർ ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിലുള്ള വിശ്വസിക്കാതിരിക്കുന്നവരും അശ്രദ്ധരും നമ്മുടെ മഹാപുരോഹിതൻ്റെ വേലയെ മനഃപൂർവ്വം അവഗണിക്കുകയും ചെയ്തവരുമായവരുടെ അവസ്ഥയെയാണ് വിശ്വസിക്കാതിരുന്ന യഹൂദന്മാരുടെ അവസ്ഥ ചിത്രീകരിക്കുന്നത്. ഭൗമിക കൂടാരം നിലനിന്നിരുന്നപ്പോൾ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്ന സമയം എല്ലാ ഇസ്രായേലും ഭയത്തോടും വിറയലോടും കൂടെ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും വന്നുകൂടുകയും തങ്ങളെ തന്നെ ആത്മതപനത്തിൽ കൂടെ വിനയപ്പെടുത്തി തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം പ്രാപിക്കേണ്ടതുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരെ സഭയിൽ നിന്നും ഛേദിച്ച് കളയുമായിരുന്നു. ഇന്ന് യഥാർത്ഥ പാപപരിഹാര ദിനത്തിൻ്റെ കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. നമ്മുടെ മഹാപുരോഹിതൻ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. നമ്മിൽ അർപ്പിതമായിരിക്കുന്ന ചുമതലകൾ എന്തെല്ലാമെന്ന് നാം ബോധവാന്മാരായിരിക്കണം. നമ്മിൽ അർപ്പിതമായിരിക്കുന്ന ചുമതലകൾ, ഡ്യൂട്ടീസ് ഓഫ് ദ കോൺഗ്രിഗേഷൻ, നമ്മിൽ അർപ്പിതമായിരിക്കുന്ന ചുമതലകൾ എന്തെല്ലാമെന്ന് സ്വർഗത്തിൽ മഹാപുരോഹിതൻ ആ വേല ചെയ്യുമ്പോൾ പ്രാകാരത്തിൽ കഴിയുന്ന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ ചുമതലകളെ കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ 7 ചുമതലകളെ കുറിച്ച് എത്രത്തോളം ബോധ്യമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും? ഈ 7 ചുമതലകളെക്കുറിച്ച് ഞാൻ വേഗത്തിൽ ശേഷിക്കുന്ന സമയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം, 23-ാം അധ്യായം, ഈ അധ്യായങ്ങളിൽ ഈ 7 ചുമതലകളും വ്യക്തമായി നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചുമതല, ആ ദിവസത്തിൽ മഹാപാപപരിഹാര ദിവസം മഹാപുരോഹിതൻ അകത്തു കയറുമ്പോൾ കൂടാരത്തിൽ അല്ലെങ്കിൽ പാളയത്തിലെ ദൈവത്തിൻ്റെ ജനം ചെയ്യേണ്ട ചുമതലകളിൽ 7 ഒന്നാമത്തേത്, അവർ വിശുദ്ധ സഭായോഗം കൂടേണം. ഹോളി കോൺവെക്കേഷൻ, അവർ വിശുദ്ധ സഭായോഗം കൂടേണം എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. വിശുദ്ധ സഭായോഗം, അതായത് ആ ശുശ്രൂഷ കൂടാരത്തിനകത്ത് പുരോഹിതൻ ചെയ്യുമ്പോൾ ജനമൊന്നും പറയരുത്, അയ്യോ ഇന്ന് ഈ ശുശ്രൂഷ നടക്കുന്ന ആ ദിവസം എനിക്കൊരു കല്യാണത്തിന് പോകേണ്ടതുണ്ട്, എനിക്കൊരു മരണത്തിന് പോകേണ്ടതുണ്ട്, എനിക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, എനിക്ക് വിദേശത്ത് പോകുവാൻ യാത്ര പുറപ്പെടേണ്ടതുണ്ട്. There will be no excuses on that day for anybody in that camp. ആ പാളയത്തിലെ ഒരു മനുഷ്യനും ആ ദിവസത്തിൽ യാതൊരു ഒഴികഴിവുമില്ല. അവർ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന്റെ അടുക്കൽ വിശുദ്ധ സഭായോഗം കൂടേണ്ടതിന്, ദ ഹോളി കോൺവെക്കേഷൻ കൂടേണ്ടതിന് അവർ ഒരുമിച്ച് പ്രാകാരത്തിൽ കൂടി വരണം. There is no excuse for anybody. ആർക്കും അതിനുള്ള ഒഴികഴിവുകളില്ല. ആകയാൽ ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഭാഗം, ഈ ഒന്നാമത്തെ ചുമതല എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നാം ആരും ദൈവിക ആരാധനയ്ക്ക് ഭംഗം വരുത്തരുത്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തോടൊപ്പം സഹവസിക്കുവാൻ നാം ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. ഈ ലോകത്തിലെ താല്പര്യങ്ങളെ മാത്രം കണക്കാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ കൂടി വരുവാനുള്ള നമ്മുടെ താല്പര്യത്തെ നാം ഒരിക്കലും അവഗണിക്കരുത്. ഇറ്റ് ഈസ് വൺ ഓഫ് അവർ ഡ്യൂട്ടി, ഡിയർ പീപ്പിൾ. ദൈവജനത്തിനുള്ള ദൈവം നൽകിയ ചുമതലകളിൽ ഒന്നാമത്തേതാണ് കൂടാരത്തിനകത്ത് മഹാപുരോഹിതൻ കടന്നു കഴിഞ്ഞാൽ പുറത്ത് പ്രാകാരത്തിൽ ദൈവത്തിന്റെ ജനം
ദൈവത്തിൻ്റെ അടുക്കൽ ആരാധനയ്ക്കായി കൂടി വരേണ്ടതുണ്ട്. ഓരോ ഒഴികഴിവുകളും പറഞ്ഞ് മറ്റ് കാര്യങ്ങൾ നിവർത്തിപ്പാനായിട്ട് അവർ ഒരിടത്തേക്കും ഓടരുത്, പോകരുത്, മാറരുത്, മറഞ്ഞിരിക്കരുത്, ഒളിഞ്ഞിരിക്കരുത്. അവരെപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്രകാരം കൂടി വരുവാൻ ഉള്ളതായിരിക്കണം. നാം എവിടെയായിരുന്നാലും, ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിലും, വി വിൽ ബി കീപ്പിംഗ് ഗാഡ് ഇൻ അവർ ഹാർട്ട്. നാം ദൈവത്തെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ കഴിയുന്നത് എന്ന ബോധ്യത്തോടെ ഉള്ളിൽ ഒരു പാട്ടൊക്കെ പാടി ആത്മീയ ഗീതങ്ങളാലും സ്തുതികളാലും സ്തോത്രത്താലും ഒക്കെ എപ്പോഴും തമ്മിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ സംസാരിച്ചും ധ്യാനിച്ചും ആ ആരാധനയിൽ നമുക്ക് എപ്പോഴും നിലനിൽക്കുവാൻ സാധിക്കുന്നതാണ് ആ കൂടിവരവ്. വിശുദ്ധ ശബത്ത് തോറും അതൊരിക്കലും നാം ഒഴികഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കരുത്. ഒന്നാമത്തെ ചുമതല എന്താണ്? ഹോളി കോൺവക്കേഷൻ. ദൈവത്തിൻ്റെ അടുക്കൽ വിശുദ്ധ സഭായോഗം കൂടുവാനായി കൂടി വരേണ്ടതുണ്ട് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. ബിലീവേഴ്സ് കമ്മിങ് ടുഗെദർ ഇൻ വർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. നാം ഒരുമിച്ച് കൂടി വരണം, കൂട്ടായ്മയോടെ കൂടി വരണം എന്ന് ദൈവം നമ്മെ വിളിക്കുകയാണ്. വി ഷുഡ് നെവർ forsake that gathering of the saints. വിശുദ്ധന്മാരുടെ ആ കൂടി വരവിനെ നാം ഒരിക്കലും കൂടാരത്തിനകത്ത് പുരോഹിതൻ കടന്നു കഴിഞ്ഞാൽ അതിനെ അവഗണിക്കരുത് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ഡ്യൂട്ടി എന്താണ്? രണ്ടാമത്തെ ചുമതല, മഹാപുരോഹിതൻ അകത്തായിരിക്കുമ്പോൾ പ്രാകാരത്തിലുള്ള ദൈവജനത്തിന്റെ രണ്ടാമത്തെ ചുമതല എന്താണ്? They have to afflict their souls. അവർ ആത്മതപനം ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ആത്മതപനം ചെയ്യുക. ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ആ ചുമതലയുടെ അർത്ഥം എന്താണ്? അവിടെ വിശ്വാസികൾ എന്നവർ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ അപ്രകാരം കൂടി വന്നവർ എന്താ ചെയ്യേണ്ടത്? They are having an earnest, deep repentance involving self-examination, confession of sin, praying before God. ദൈവത്തിന് മുൻപാകെ തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ കുറവുകളെ കുറിച്ച് ശോധന ചെയ്ത്, കർത്താവേ എന്നിൽ എന്തെങ്കിലും കുറവ് ശേഷിക്കുന്നുണ്ടോ? എന്നോട് കർത്താവേ കരുണ കാണിക്കണമേ. അവിടുന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഏതെങ്കിലും സത്യത്തെ വിട്ട് തെറ്റായ പാതയിലൂടെ ഞാൻ നടക്കുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ? ഏതെങ്കിലും മറയ്ക്കപ്പെട്ട പാപം എന്നിലുണ്ടോ? ഏതെങ്കിലും സ്വമേധാ പാപം എന്നിൽ നിലനിൽക്കുന്നുണ്ടോ? ഇവയൊക്കെ ചോദിച്ച് ആത്മപരിശോധന നടത്തി ആത്മതപനം ചെയ്യേണ്ട സമയം. രണ്ടാമത്തെ ചുമതല. നാം ഇന്ന് കൂടാരത്തിനകത്ത് കർത്താവ് കയറിയിട്ടുണ്ട്. ആ ശുശ്രൂഷ സ്വർഗത്തിൽ നടക്കുമ്പോൾ ഭൂമിയാകുന്ന പ്രാകാരത്തിൽ നാം ഓരോരുത്തരും രണ്ടാമത്തെ ചുമതലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നുണ്ടോ? ആത്മതപനം ചെയ്യുന്നുണ്ടോ? ദൈവവുമായി നിരപ്പിലാകുവാൻ തക്കവണ്ണം നിരന്തരം നാം ദൈവത്തോട് നിലവിളിക്കുന്നവരായി കാണപ്പെടുന്നുണ്ടോ? രണ്ടാമത്തെ ചുമതല നാം നിർവഹിക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചുമതല എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? വാക്യം 18, 19, ലേവ്യ പുസ്തകം 16 വാക്യം. ഇതെല്ലാം 16 അധ്യായത്തിൽ നിന്നുള്ളതായി ചുമതലകളാണ് എടുത്തിരിക്കുന്നതൊക്കെ തന്നെ. വാക്യം 18, 19 മൂന്നാമത്തെ ചുമതല. അവിടെ എന്ത് ചെയ്യുന്നു? വിശ്വാസികൾ, ദൈവത്തിന്റെ ജനം ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? മൂന്നാമത്തെ ചുമതല ഓഫറിംഗ് ബൈ ഫയർ. ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വരുമ്പോൾ ആ ദിവസം, ആ സമയത്ത് അവരെന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് തീയാലുള്ള ഒരു സമർപ്പണം നൽകുക. എന്താണ് ചെയ്യേണ്ടത്? തീയാലുള്ള ഒരു സമർപ്പണം ചെയ്യുക. 18, 19 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ആ ഭാഗം കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ദൈവജനം തീയാൽ ഒരു സമർപ്പണം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സിംബിളൈസിങ്. അതിനെന്തിനെ സൂചിപ്പിക്കുന്നു? സിംബലൈസിങ് ദാറ്റ് ourselves, നമ്മെ ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു ദിവസം. മറ്റൊന്നിനും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മുടെ സകലത്തെയും, നമ്മുടെ നിലവുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ജീവിതങ്ങളെ നാം സകലവും ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു ദിവസം. കംപ്ലീറ്റ്ലി കോപ്പറേറ്റിംഗ് വിത്ത് ഗാഡ്. ദൈവത്തോട് പൂർണ്ണമായും സഹവർത്തത്തിലായി ചേരുന്ന ഒരു ദിവസം. ആ ദിവസം ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് പുറത്ത് പ്രാകാരത്തിൽ നിൽക്കുന്നവർ കൈകോർക്കുകയാണ്. പൂർണ്ണമായും തങ്ങളെ സമർപ്പിക്കുന്ന ഒരു ദിവസം. ഇന്ന് കൂടാരത്തിൽ ക്രിസ്തു കയറിയിട്ടുണ്ട്. ആ ശുശ്രൂഷ കർത്താവ് മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാകാരത്തിൽ കഴിയുന്ന നാം ഓരോരുത്തരും നമ്മെ തന്നെ ഓരോ നിമിഷവും അനുനിമിഷവും ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ച് ജീവിച്ചു പോരുന്നവരാണോ പ്രിയപ്പെട്ടവരെ? ഡു വി കംപ്ലീറ്റ്ലി സറണ്ടർ ourselves to God? നാം നമ്മെ തന്നെ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിതരായി കഴിയുന്നവരാണോ?
നാം അപ്രകാരം കഴിയേണ്ടവരാണ്. നമുക്ക് നൽകപ്പെട്ട ചുമതലകളിൽ മൂന്നാമത്തേതാണ് നമ്മുടെ പൂർണ്ണമായ സമർപ്പണം. ഗാർഡിങ് അഗൈൻസ്റ്റ് പ്രീഓക്യുപ്പേഷൻ വിത്ത് ഡെയിലി കെയർസ് ദാറ്റ് ഡൾ അവർ സ്പിരിച്വൽ അലേർട്ട്നെസ്. നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന ലൗകികമായ ചിന്തകളിൽ നിന്നും വിട്ടൊഴിയുക എന്ന വലിയ കാര്യവിചാരകത്വത്തിൻ്റെ ശ്രേഷ്ഠമായ ചുമതല. നാം ആ ചുമതലയിൽ ദൈവത്തോട് സഹകരിക്കുന്നുണ്ടോ? നാലാമത്തെ ചുമതല 29-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, അന്ന് ആ ദിവസം ആരും ഒരു വേലയും ചെയ്യരുത്. ആരും ഒരു വേലയും ചെയ്യരുത്. അതിനർത്ഥം നാം ഈ ലോകത്തിൽ ഇന്ന് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നല്ല. അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ആ ചുമതലയുടെ ആത്മീയ അർത്ഥമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അന്ന് ഇസ്രായേൽ ജനം കൂടി വന്ന ആ പർട്ടിക്കുലർ ഡേ they are not supposed to do any work. അവർ ആ ദിവസം പ്രാകാരത്തിൽ കൂടി വന്ന് ദൈവത്തിന്റെ അടുക്കൽ സഭായോഗം കൂടണം, ആത്മതപനം ചെയ്യണം, തീയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കണം. 4, അവർ യാതൊരു വേലയും ചെയ്യരുത്. ആ യാതൊരു വേലയും ലിറ്ററലി അവർ അന്നേ ദിവസം ആ പാളയത്തിൽ ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് ആന്റി ടിപ്പിക്കൽ ഡേ ഓഫ് അറ്റോൺമെന്റ് സ്വർഗത്തിൽ നടക്കുമ്പോൾ അതിനാനുപാതികമായി ഭൂമിയിലുള്ള ദൈവത്തിന്റെ ജനമായ നാം ഓരോരുത്തരും ഒരു വേലയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥമാക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ ആത്മീയമായി നാം നിർവചിച്ച് മനസ്സിലാക്കുവാൻ പോവുകയാണ്. ഒരു വേലയും ചെയ്യരുത് എന്ന് വെച്ചാൽ എന്താണ് അതിന് അർത്ഥം? അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാത്തരം ജോലികളിൽ നിന്നും നാം ഒഴിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് എന്താണ് നാം മനസ്സിലാക്കുന്നത്? ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്നതിൽ നിന്നും ദൈവത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ നമ്മെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു വേലയിലും അന്നേ ദിവസം നാം ഏർപ്പെടുവാൻ പാടില്ല. അതാണ് അതിൻ്റെ ആത്മീയാർത്ഥം. നമ്മെ ദൈവത്തോടുള്ള പൂർണ്ണമായ സമർപ്പണത്തിൽ നിന്ന്, ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന എല്ലാതരം ലൗകികമായ ജോലിയിൽ നിന്നും നാം ഒഴിഞ്ഞിരിക്കണം എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് യു സീക്ക് ഗാഡ് ഫസ്റ്റ് ഇൻ യുവർ ലൈഫ്, ഗാഡ് ഫസ്റ്റ് ഇൻ അവർ ലൈഫ്. ദൈവം ആദ്യം, ദൈവം ഒന്നാമത്, ദൈവം സകലവും, ദൈവം കഴിഞ്ഞ് മാത്രം മതി മറ്റെല്ലാം എന്ന ചിന്ത. ദൈവത്തിന്റെ ശേഷിപ്പിന് ഒരു വലിയ ഉത്തരവാദിത്വം. ദൈവം തൻ്റെ ജനത്തെ ഒരു ശേഷിപ്പായി ഒരു വലിയ ദൗത്യം കൊടുത്ത് ഈ ലോകത്തിൽ തൻ്റെ പ്രതിനിധികളായിരിക്കാൻ, ടു ബി ഹിസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ടു ബി ഹിസ് അംബാസഡേഴ്സ്, ടു ബി ദൈവത്തിൻ്റെ കാര്യവിചാരകന്മാരായിരിക്കാൻ, ടു ബി ഹിസ് സ്റ്റുവേർഡ്സ്. ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. Therefore ആ ദിവസം സ്വർഗീയ കൂടാരത്തിൽ ക്രിസ്തു ആ വേലയ്ക്ക് കയറിയാൽ പിന്നെ ഭൂമിയിലെ പ്രാകാരത്തിലെ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ കഴിഞ്ഞ് മറ്റൊന്നും ചെയ്യുവാൻ പാടില്ല. നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒരു വേലയ്ക്കും നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഫുള്ളി കമ്മിറ്റഡ് ടു ഗാഡ്, ഫുള്ളി സറണ്ടറിങ് ടു ഗാഡ്. വാട്ട് ആൻ എക്സ്പീരിയൻസ്! നാം അപ്രകാരം ആ ദൗത്യം, ആ ചുമതല കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ മനസ്സ് വെച്ചാൽ, നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചാൽ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവം എന്ന് നാം സ്വയം പരിശോധിക്കുക. ആ അഞ്ചാമത്തെ കാര്യം എന്താണ്? അഞ്ചാമത്തെ കാര്യത്തിൽ നാം പോവാം. എന്താണ് അഞ്ചാമത്തെ ചുമതല? അഞ്ചാമത്തെ ചുമതല സെൽഫ് കൺട്രോൾ ആൻഡ് മാസ്റ്ററി ഓവർ അപ്പിറ്റൈറ്റ്. ഇനി വരുന്ന 3 ചുമതലകൾ അഡീഷണലായി വൻ പോരാട്ടം എന്ന പുസ്തകത്തിൽ ദൈവം തൻ്റെ സഭയ്ക്ക്, തൻ്റെ ജനത്തിന് നൽകുവാൻ ഇടയായ ചില ചുമതലകളാണ്. 3 അഡീഷണൽ ഡ്യൂട്ടീസ് വിച്ച് ഗാഡ് ഹാസ് ഗിവൻ ടു ഹിസ് സ്പിരിച്വൽ ഇസ്രായേലൈറ്റ്സ്. ദൈവത്തിൻ്റെ ആത്മീയ ഇസ്രായേലരായ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാർക്ക് ദൈവം നൽകിയ 3 ചുമതലകൾ. അവ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ഈ നാളിൽ കൂടാരത്തിൽ കർത്താവ് കയറിയ ആ നാളിൽ ഈ ഭൂമിയിലായിരിക്കും നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന അഞ്ചാമത്തെ ചുമതല എന്താണ്? സെൽഫ് കൺട്രോൾ ആൻഡ് മാസ്റ്ററി ഓവർ അപ്പിറ്റൈറ്റ്. സ്വയം നിയന്ത്രണമുള്ളവരും ആഹാരത്തിന്മേൽ, ആഹാരമെന്ന പരീക്ഷയിന്മേൽ ജയം പ്രാപിച്ചവരുമായിരിക്കുക. അതും നമുക്ക് നൽകപ്പെട്ട ചുമതലകളിൽ ഒരു ചുമതലയാണ്. എന്തുകൊണ്ടാണ് ഈ ചുമതല ദൈവം സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാർക്ക് കൂടുതലായി ആഡ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത്? കാരണം അന്ത്യകാലത്ത് ജനങ്ങളൊക്കെയും തിന്മാനും കുടിപ്പാനും വേണ്ടി ജീവിക്കുന്ന ഒരു കാലം വരും. അപ്രകാരം വേണ്ടുവോളം തിന്നും കുടിച്ചും ദൈവം കഴിക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞവയെ കുടിച്ചും കഴിച്ചും ജീവിച്ചു പോന്നാൽ നമ്മുടെ കഴിപ്പും കുടിപ്പും നമ്മുടെ ആത്മീയ ജീവിതത്തെ വല്ലാതെ ബാധിക്കും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. കാരണം എന്തൊക്കെ നാം ഭക്ഷിക്കുന്നു അതൊക്കെ നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട്. There is a connection between our stomach and our brain. അതുകൊണ്ട് തന്നെ
നമുക്ക് നന്നായി ചിന്തിപ്പാൻ കഴിയേണ്ടതിന്, നമുക്ക് നന്നായി തീരുമാനമെടുക്കുവാൻ കഴിയേണ്ടതിന്, ന്യായവും അന്യായവും കൃത്യമായി തിരിച്ചറിയുവാൻ സാധിക്കേണ്ടതിന്, വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ തിരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതിന്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തൻ്റെ ജനത്തോട് ആഹ്വാനം ചെയ്യുന്നു. നാം മനസ്സ് പുതുക്കി ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കേണ്ടതിന്, അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മനസ്സ് പുതുക്കുവാൻ സാധിക്കണമെങ്കിൽ നാം ആദ്യം വയറിനെ പുതുക്കേണ്ടതുണ്ട്. എന്തും കഴിച്ച് എന്തും കുടിച്ച് തോന്നിയതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നാം ഇടയായാൽ നാം ഒരിക്കലും ആത്മനിയന്ത്രണമുള്ള, സ്വയം നിയന്ത്രണമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയില്ല. ഈ അന്ത്യനാളിൽ സ്വർഗീയ കൂടാരത്തിൽ ക്രിസ്തു കയറിയ ഈ സമയത്ത് നാം അപ്രകാരം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. നാം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മനസ്സ് പുതുക്കി ജീവിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? കൃത്യമായ ആത്മീയ കാഴ്ചയ്ക്ക് വേണ്ടി. മനസ്സിനെ കാത്തു സൂക്ഷിക്കുവാൻ യഹോവയായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അത് ഡ്യൂട്ടികളിൽ നമുക്ക് നൽകപ്പെട്ട 7 ചുമതലകളിൽ 5-ാമത്തേതാണ്. നാം ഒരിക്കലും അതിനെ അവഗണിക്കരുത്. ഇന്ന് അനേകരും ഈ ചുമതലകളെ പാടെ അവഗണിച്ച് ആഖാനെ പോലെ മറഞ്ഞിരുന്നു കൊണ്ട് നഷ്ടപ്പെട്ടു പോകുവാനുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ഈ ചുമതലകളെ നമ്മെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. 6-ാമത്തെ ചുമതല, ആ സമയത്ത് പ്രാകാരത്തിൽ അല്ലെങ്കിൽ സ്വർഗീയ കൂടാരത്തിൽ കർത്താവ് പ്രവേശിച്ച പ്രാകാരമാകുന്ന ഭൂമിയിൽ കഴിയുന്ന നമ്മുടെ എല്ലാവരുടെയും 6-ാമത്തെ ചുമതല എന്താണ്? സ്റ്റഡിയിങ് ദ വെരി വർക്ക് ഓഫ് ദ ഹൈ പ്രീസ്റ്റ്. മഹാപുരോഹിതന്റെ സ്വർഗീയ കൂടാരത്തിലെ വേലയെക്കുറിച്ച് കൃത്യമായ അറിവുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം അറിവില്ലാത്തവരായി തീർന്നാൽ എന്ത് സംഭവിക്കും? യഹൂദന്മാരെ പോലെ യഹൂദന്മാർ അറിവില്ലാത്തവരായി, യഹോവയായ ദൈവത്തിന്റെ വേലയെക്കുറിച്ച് മനസ്സിലാക്കാതെ, മഹാപുരോഹിതനെ തിരിച്ചറിയാതെ ആ ശുശ്രൂഷയെ അവഗണിച്ചതുപോലെ നാമും അവഗണിക്കുന്നവരായി എണ്ണപ്പെടുവാൻ ഇടയായിത്തീരും. അവഗണിക്കരുത്. സ്വർഗീയ കൂടാരത്തിൽ കർത്താവായ യേശു ചെയ്യുന്ന ആ വലിയ ശുശ്രൂഷയുടെ അർത്ഥങ്ങളെക്കുറിച്ച്, അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് കൃത്യമായി, സ്പഷ്ടമായി, ആഴമായി ഓരോ സെവൻത്ത് ഡേ അഡ്വന്റിസ്റ്റുകാരനും നന്നായി പഠിക്കണം, മനസ്സിലാക്കണം. വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡോക്ട്രിൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെന്റ്. നമ്മെ നാമാക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത, നമ്മെ നാമാക്കുവാൻ ഈ ലോകത്തിൽ വിളിച്ചിറക്കിയ ആ വലിയ സന്ദേശങ്ങളെക്കുറിച്ച്, സമാഗമന കൂടാര ശുശ്രൂഷകളെക്കുറിച്ച്, സ്വർഗീയ കൂടാരത്തിൽ ഇന്ന് യേശു ക്രിസ്തു ചെയ്യുന്ന ആ വലിയ ശുശ്രൂഷയുടെ അർത്ഥങ്ങളെക്കുറിച്ച് ഓരോ മനുഷ്യനും മനസ്സിലാക്കണം, വ്യക്തമായി മനസ്സിലാക്കണം, കൃത്യമായി മനസ്സിലാക്കണം. അത് പ്രാകാരത്തിൽ പുരോഹിതന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ചുമതലകളിൽ 6-ാമത്തേതാണ്. ഈ ചുമതലകളെ നമുക്ക് എങ്ങനെ അവഗണിക്കുവാനായിട്ട് കഴിയും? 7-ാമത്തെ ചുമതല, അവസാനത്തെ ചുമതല. അപ്രകാരം കാത്തിരിക്കുമ്പോൾ, മഹാപുരോഹിതന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ 7-ാമത്തെ ചുമതല പേഴ്സണൽ പ്യൂരിഫിക്കേഷൻ, വ്യക്തിപരമായ ശുദ്ധീകരണം. ഓരോ ദിവസവും പ്രാപിച്ച് മുന്നേറുന്നവരായി കാത്തിരിക്കണം. ഈ 7 ചുമതലകളും നാം ഇന്ന് ഈ ലോകത്തിൽ നിവർത്തിക്കുന്നവരായി കാണപ്പെടുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? വിശുദ്ധിയെ തികച്ച് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ എന്ന് പൗലോസ് പറയുമ്പോൾ, ഈ ചുമതലകളെ നാം നിർവഹിച്ചുകൊണ്ട് പ്രത്യാശയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനമായി കാണപ്പെടുന്നവരാണോ ഞാനും നിങ്ങളും? അതോ ആഖാനെ പോലെ പിടിക്കപ്പെടുവാനുള്ളവരെ പോലെ മറഞ്ഞിരിക്കുന്നവരായി കാണപ്പെടുന്നവരാണോ? ഒന്നുകിൽ നാം മറഞ്ഞിരിക്കുന്നവരും പിടിക്കപ്പെടുന്നവരുമായി തീരും. ഇല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാത്തിരുന്ന്, കർത്താവെ നിന്നെയല്ലയോ ഞങ്ങൾ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് അവനോടൊപ്പം സ്വർഗത്തിലേക്ക് സഞ്ചരിപ്പാൻ ഒരുക്കമുള്ളവരായി തീരും. എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പ്? നമുക്ക് വേണ്ടി സകലത്തെയും ത്യാഗം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ നിങ്ങൾ ഒരിക്കലും നിരാശനാക്കരുത്. സർവ്വതും അറിയുന്ന കർത്താവായ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവം നമുക്ക് നൽകിയ ചുമതലകളെ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്രകാരമുള്ള ചിന്തകളെ, തെറ്റായ ശീലങ്ങളെ, സ്വഭാവങ്ങളെ, ശൈലികളെ ഒക്കെ വിട്ടൊഴിഞ്ഞുകൊണ്ട്
യേശുവിൻ്റെ വരവിന് വേണ്ടി ഓരോ ദിവസവും എണ്ണി എണ്ണി കാത്തിരിപ്പാൻ ദൈവം തൻ്റെ ജനത്തെ വിളിക്കുകയാണ്. പരിശുദ്ധനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ അമർന്നിരുന്നുകൊണ്ട് പിന്മഴയെ പ്രാപിപ്പാൻ ഒരു ജനത്തെ ഒരുക്കുവാൻ, യേശുവിൻ്റെ വരവിന് വേണ്ടി സ്വയം ഒരുങ്ങുവാൻ, അനേകരെ ഒരുക്കുവാൻ ഈ അന്ത്യകാലത്ത്, ഈ അന്ത്യ നിമിഷങ്ങളിൽ ദൈവം ഓരോ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാരെ വിളിച്ചുണർത്തുകയാണ്. എഴുന്നേൽക്ക, പ്രകാശം നമ്മുടെ മേൽ വന്നിരിക്കുന്നു. ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ, സത്യ വെളിച്ചത്താൽ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം വലിയ പ്രകാശം ദൈവം നമ്മുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നാം ഒരിക്കലും ഇനിയും മറന്നു പോകരുത്. നാം ഇനിയും ഒരിക്കലും ഉറങ്ങിക്കിടക്കരുത്. എഴുന്നേറ്റ് പ്രകാശിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുകയാണ്. എന്തായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം? എന്തായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ദൈവത്തോടുള്ള പ്രതികരണം? ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, കർത്താവേ, ഞാനിതാ മടങ്ങി വരുന്നു, എന്നെ അവിടുന്ന് ശുദ്ധിയാക്കി അവിടുത്തെ ചുമതലകളെ നിർവഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രിയ മകനായി, പ്രിയ മകളായി നിൽപ്പാൻ എന്നെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. അതാണോ നിങ്ങളുടെ പ്രാർത്ഥന? അതാണോ നിങ്ങളുടെ സമർപ്പണം? എങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും ഞങ്ങളെ ഏറ്റവും ആഴമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സകല വെളിച്ചത്തിനുമായിട്ട് സ്തോത്രം. ആഖാൻ ദൈവത്തെ മറന്ന് ദൈവവചനങ്ങളെ അവഗണിച്ച് നഷ്ടപ്പെട്ടതുപോലെ ഞാനും നഷ്ടപ്പെട്ടു പോകുവാൻ അവിടുന്ന് ഒരിക്കലും ഇടയാക്കരുത്. ഈ പാഠങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, ഒരു മടങ്ങി വരവിന് കർത്താവ് എനിക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പിതാവേ. യേശുവിലൂടെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ രക്ഷയെ മുറുകെ പിടിപ്പാൻ, യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങൾക്ക് ദൈവം നൽകിയ ചുമതലകളെ വിശ്വസ്തയോടെ നിർവഹിക്കാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ഈ വിശുദ്ധ ദിവസം ഉടനീളം ദൈവത്തിൻ്റെ വചനങ്ങളെ ആഴമായി ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ശക്തിയെ പുതുക്കി യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി കാണപ്പെടുവാൻ അവിടുന്ന് അടിയങ്ങളെ ഇടയാക്കണമേ പിതാവെ. നശിച്ചുകൊണ്ടിരിക്കുന്ന അനേക മനുഷ്യരെ ഞങ്ങൾ ഇന്ന് ലോകത്തിൽ കാണുന്നു. അവർക്ക് സാക്ഷ്യമായി നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്ത കൃപയ്ക്കായി സ്തോത്രം. വിശ്വസ്തയോടെ ആ ദൗത്യം നിവർത്തിപ്പാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. അവിടുത്തെ വരവെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരായിരുന്നു, ഞാൻ നിങ്ങളെ അധികത്തിൽ വിചാരകനാക്കുമെന്ന വലിയ വിളി കേട്ട് കർത്താവിനോടൊപ്പം എഴുന്നേൽക്കുവാൻ, കർത്താവെ പറന്നു പോകുവാൻ, അവിടത്തോടൊപ്പം ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, സ്തോത്രം, ആമേൻ.